ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. സിലബസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതിൻ്റെ കൂടെ തന്നെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കേട്ടറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ 30 വരെയായിരുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ജനുവരി 7 വൈകുന്നേരം 5 മണി വരെ. ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനുള്ള വലിയൊരു ചാൻസ് ആണ് തുറന്നു തന്നിട്ടുള്ളത്. കാരണം ചില ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട്, പേടി കാരണം ഇപ്രാവശ്യം അപ്ലൈ ചെയ്യുന്നില്ല. അതുപോലെ ഇൻ സർവീസിലുള്ള ടീച്ചേഴ്സ് ഇപ്പോൾ ബാച്ച് എടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണോ അവർക്ക് അറിയാത്തൊരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ മടിക്കുന്നത്, അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ പരീക്ഷ എഴുതാൻ തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇൻ സർവീസ് ടീച്ചേഴ്സ് ആണെങ്കിലും ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. കാരണം 7 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊറയിലൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അവസരം കൂടിയിട്ടാണിത്. കാരണം ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ച് അത്രയും കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളായിരിക്കും അതുണ്ട് അതിൻ്റെ പിന്നിൽ ആക്ച്വലി. സോ 7 ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ മുമ്പിൽ കിട്ടിയ ഒരു വലിയ നല്ലൊരു അനുഗ്രഹമാണ്. അതും പ്രത്യേകിച്ച് ഈ ന്യൂ ഇയർ കാലഘട്ടത്തിൽ റെസൊല്യൂഷൻസ് എല്ലാം നമ്മൾ മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് ആത്മവിശ്വാസത്തോടുകൂടി അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്താ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ നമ്മൾ പാസ്സാവാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പാസ്സാവും. നമുക്ക് എന്തായാലും ഇത് പാസ്സായേ പറ്റുള്ളൂ അല്ലേ. സോ എന്തായാലും അപ്ലൈ ചെയ്യുക, മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എഡിറ്റ് ഓപ്ഷൻ ചിലപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇതുവരെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഒന്ന് പ്രൊഫൈലിൽ കയറി നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ലാംഗ്വേജ് ഓപ്ഷൻസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് ഓപ്ഷൻസ് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന്. ഓക്കെ, അപ്പോൾ അതുപോലെ ലാംഗ്വേജ് ഓപ്ഷൻസ് മിസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയാണ് നമ്മളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന ഒരാളാണെങ്കിൽ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ പിന്നെയും അതിൻ്റെ പിന്നാലെ കുറച്ച് നടക്കേണ്ടതായിട്ട് വരും. സോ മിസ്റ്റേക്സ് ഇല്ലാതെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഒരു ഡേറ്റും അതുപോലെ സമയവുമാണ്. കാരണം ഇപ്പോൾ ജനുവരി 1 ഫെബ്രുവരി 21-നും 23-നുമാണ് പരീക്ഷ. അതിന് മാറില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഡേറ്റ് എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് തന്നെ മാറാൻ സാധ്യതയില്ല. സ്റ്റിൽ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളത് ഒരു 30 ദിവസം, അതിൻ്റെ കൂടെ മാക്സിമം ഒരു 20 ദിവസം. അതിൽ അവസാനത്തെ ഒരു 5 ദിവസമൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന് റിവൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലായിരിക്കും അല്ലേ. എല്ലാ ദിവസവും ഒരാൾക്കിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. നമ്മൾ മെൻ്റലി കുറച്ചും കൂടെ ഡൗൺ ആവാതിരിക്കാൻ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നന്നായിട്ടിരിക്കുക, നമ്മളുടെ കൂട്ടുകാരോട് സംസാരിക്കുക, അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 40 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ കൃത്യമായിട്ട് റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, പുതിയതായിട്ട് പഠിക്കേണ്ടത് ഏതാണെന്ന് നിങ്ങൾ എഴുതി വെക്കാനാണ് ആദ്യമായിട്ട് ശ്രമിക്കേണ്ടത്. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ്, നമ്മളുടെ ബാച്ചിൽ തന്നെ പറയുന്നതാണ്, സൈക്കോളജി ഒരു വലിയ കീറാമുട്ടിയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. സൈക്കോളജി ബുദ്ധിമുട്ടാണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ഒരു 6 മാസം പഠിച്ച ആ ഒരു സെം എക്സാമിന് എഴുതാനുള്ള സൈക്കോളജി അല്ല 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വേണ്ടി വരുന്ന സൈക്കോളജി. ഓക്കെ, സോ നിങ്ങൾ ഒരു വലിയ 10 മാർക്കിൻ്റെ എസ്സേ എഴുതാനുള്ള പോലെ പഠിക്കേണ്ട ആവശ്യമില്ല. സ്റ്റിൽ അതിലെ എല്ലാ മൈന്യൂട്ട് പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ എത്രത്തോളം അതിന് ചിലവഴിക്കുന്നു സമയം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 2 എഴുതുന്ന ആളാണെങ്കിൽ 150 മാർക്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ അത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻ എന്തായാലും നല്ലോണം ഉപകാരപ്പെടും. ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാർ, അതിപ്പോൾ ഇൻ സർവീസ് ടീച്ചേഴ്സ് ആയാലും സാധാരണ കുട്ടികളായാലും നമ്മളുടെ സുഹൃത്തുക്കളായാലും 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് വരാം. ഓക്കെ, അതിൽ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ MCQ കൊടുക്കും, അല്ലെങ്കിൽ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യാൻ പറയുമ്പോൾ ഇവർ ആൻസർ ചെയ്യില്ല. പേടി കാരണം ഒരു ചോദ്യം വിടുകയാണ് ചെയ്യുന്നത്. ചോദ്യം വിടേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതെന്തായാലും അറ്റൻഡ് ചെയ്യണം. എന്തുകൊണ്ട്? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നിങ്ങൾക്ക് 150 ചോദ്യവും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് നല്ല കാര്യമല്ലേ. CSIR നെറ്റ് പരീക്ഷയൊന്നും അല്ലല്ലോ നെഗറ്റീവ് അടിക്കാൻ. നെഗറ്റീവ് ഇല്ല, നെഗറ്റീവ് മാർക്കില്ല, നിങ്ങൾക്ക് 150 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതിനെ ഇനി ഡിവൈഡ് ചെയ്താൽ 2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കിട്ടുക. ഓരോരോ ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. ഇപ്പോൾ ബേസിക്കലി നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേട്ടറ്റ് കാറ്റഗറി 2 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 ചോദ്യത്തിൻ്റെ സൈക്കോളജിയുടെ ഒരു ചെറിയ ബുക്ക്ലെറ്റ് കിട്ടും. അതിനുശേഷം ഇത് എങ്ങനെ വേണമെങ്കിലും രീതികൾ മാറാം കേട്ടോ. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ആദ്യം വേറെ ചോദ്യപേപ്പർ തന്നു എന്ന് വരാം. ഓക്കെ,
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 മാർക്കിന് ചോദിക്കുന്നത് ലാംഗ്വേജ് 1 ആണ്. അത് നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ മലയാളമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി ലാംഗ്വേജ് 2 എന്ന് പറയുന്ന അടുത്ത 30 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ നിങ്ങൾ ലാംഗ്വേജ് 1-ൽ ഏത് പേപ്പറാണോ എടുത്തത്, ഇപ്പം ഞാൻ ലാംഗ്വേജ് 1 30 മാർക്കിൻ്റെ പരീക്ഷയിൽ ഞാൻ എടുത്തത് ലാംഗ്വേജ് 1 മലയാളമാണെന്നിരിക്കട്ടെ. ലാംഗ്വേജ് 2 എടുക്കുമ്പോൾ എനിക്ക് പിന്നീട് മലയാളം എടുക്കാൻ പറ്റില്ല, ഞാൻ ഇംഗ്ലീഷ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് 1-ൽ എടുത്തത് ലാംഗ്വേജ് 2-ൽ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ മൊത്തം എത്ര മാർക്കായി? ഒരു 30 മാർക്ക് സൈക്കോളജിക്ക്, 30 മാർക്ക് ഇംഗ്ലീഷ്, 30 മാർക്ക് മലയാളം, 90 മാർക്കായി. ബാക്കി 60 മാർക്ക് ഇനിയും ഉണ്ട് അല്ലേ? നിങ്ങൾ അതിന് വേണ്ടി സമയം ചെലവഴിക്കണം എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം സൈക്കോളജി പഠിച്ചാലും തീരില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളുടെ സബ്ജക്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എഴുതുന്ന പ്രധാനപ്പെട്ട പേപ്പർ ഏതാ? ഒന്നെങ്കിൽ നമ്മൾ സയൻസ് പ്ലസ് മാത്സ് എടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സോഷ്യൽ സയൻസ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും കേട്ടിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മാറി കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴാണ് നിങ്ങളോട് ടീച്ചേഴ്സ് ചോദിക്കും, ഇതിൽ എത്ര പേര് സോഷ്യൽ സയൻസ് എഴുതുന്നവരുണ്ട്, എത്ര പേര് മാത്സ് പ്ലസ് സയൻസ് എഴുതുന്നവരുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് എഴുതണമെന്ന്. ബേസിക്കലി അറിയാമല്ലോ, ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളമൊക്കെ എടുക്കുന്നവരെന്തായാലും സോഷ്യൽ സയൻസ് ആയിരിക്കും എടുക്കുക. കെമിസ്ട്രി അതുപോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മാത്സ് എടുക്കുന്നവരായിരിക്കും സയൻസ് പ്ലസ് മാത്സ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറാണ് 60 മാർക്കിന് അവിടെ ചോദിക്കുക. ഓക്കെ, സൈക്കോളജി 30, മലയാളം 30, ഇംഗ്ലീഷ് 30, 90 മാർക്കായി. ബാക്കി 60 മാർക്കിന് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് നോളജാണ്. സോ അതിനെ ഒരിക്കലും നിങ്ങൾ തഴഞ്ഞുകൊണ്ട് അതിന് അധികം സമയം പഠിക്കാൻ കൊടുക്കാതെ ബാക്കിയുള്ളതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്കധികം സ്കോർ ചെയ്യാൻ പറ്റില്ല. ഈ സ്കോറിലാണ്, നമ്മളുടെ സബ്ജക്റ്റ് പേപ്പറിലുള്ള സ്കോറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടത്. ഇതേ കാര്യം കേട്ടറ്റ് 3 എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. കാരണം 150 മാർക്കിൻ്റെ കേട്ടറ്റ് കാറ്റഗറി 3 പരീക്ഷയാണെങ്കിൽ അതിൽ വരുന്ന സൈക്കോളജി ചോദ്യങ്ങളുടെ, അതായത് ബുക്ക്ലെറ്റിൻ്റെ അതിൽ വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം 40 ചോദ്യങ്ങളാണ്. 150 ചോദ്യങ്ങളിൽ 40 ചോദ്യങ്ങൾ. 30 ചോദ്യങ്ങൾ ഇംഗ്ലീഷിലോ, അത് നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റൈറ്റ്, അപ്പോൾ 40, 30, 70 മാർക്കായി. ബാക്കി 80 മാർക്ക് നിങ്ങൾക്ക് കിടക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിലാണ്. ഞാൻ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷാണ്. എൻ്റെ അടുത്ത് ഇംഗ്ലീഷ്, അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ലാംഗ്വേജ് പെഡഗോഗി എങ്ങനെ പഠിപ്പിക്കാം, അതുപോലെ ഗ്രാമർ, ഇങ്ങനെ വലിയൊരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ എവിടെയാണ് വരിക? ഈ 80 മാർക്കിലാണ് വരുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടുവരുന്ന കുറച്ച് കുട്ടികൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്ക് വേണ്ടി 1-2 മാസം കളയും. നമ്മളുടെ മുമ്പിൽ അത്രയും ദിവസമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് നൽകണം. കാരണം നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ സൈക്കോളജിയിലോ, ഇപ്പോൾ സൈക്കോളജിക്ക് ഇരിക്കുമ്പോൾ ബേസിക്കലി ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്, എല്ലാവരും അനുഭവിക്കുന്നതാണ്, ഒരു ചെറിയ പേടിയും ടെൻഷനും. ഒരു 5-6 ചോദ്യങ്ങൾ കാണാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉത്തരം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങും, ബാക്കിയുള്ള ചോദ്യങ്ങളും കൂടെ തെറ്റും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചോദ്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിടുക, വീണ്ടും നമുക്ക് വന്ന് ആൻസർ ചെയ്യാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ 40, 30, 70 മാർക്ക് കഴിഞ്ഞാൽ 80 മാർക്കിന് നിങ്ങളോട് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, നമ്മളുടെ നോളജ് ഇത്രയും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അത്രയും അറിവ് നമുക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് 80 മാർക്ക് എന്ന് പറയുന്ന അത്രയും വലിയ സ്കോറാണ് ഇല്ലാതാവുന്നത്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം സൈക്കോളജിക്കും അതുപോലെ ലാംഗ്വേജ് പേപ്പറിനും കൊടുക്കുന്നോ, കേട്ടറ്റ് 3 എഴുതുന്നവരാണ് അവർ അതിനേക്കാട്ടിലും കൂടുതൽ സമയം നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിന് കൊടുക്കുന്നതും നന്നായിരിക്കും. കാരണം 80 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ കിടക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് ഡൈവേർട്ട് ആയാലും ബാക്കിയുള്ള സബ്ജക്റ്റ് നിങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റണം. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സൈക്കോളജി അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഏതൊരു പരീക്ഷയും, ഇപ്പോൾ 40 മാർക്കിനുള്ള ചോദ്യത്തിൽ ഏതൊരു പരീക്ഷയും 40 ചോദ്യങ്ങൾ അറിയാത്തതാവില്ല. ഒരു 20-25 ചോദ്യങ്ങൾ ഏതൊരാൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് മുകളിലാണ് നമ്മൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങുമ്പോഴാണ് അത് നല്ല കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ നല്ല സ്കോറിലേക്ക് വരുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് റാങ്ക് എന്തായാലും കേട്ടറ്റിനില്ല, റാങ്കോ അല്ലെങ്കിൽ മാർക്കോ ഒന്നുമില്ല, മാർക്കാണുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? 90 മാർക്ക് വാങ്ങാനുള്ള
ക്ലാരിറ്റി അല്ലെങ്കിൽ അതിനെ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കണം. കാരണം 90 മാർക്ക് മതി നമുക്ക്. അത് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ സബ്ജക്റ്റ് പേപ്പറിൽ എത്രത്തോളം മാർക്ക് നിങ്ങൾ അധികം വാങ്ങുന്നോ നിങ്ങൾക്ക് അത്രത്തോളം ചാൻസ് കൂടും. ഓക്കെ, സോ ഇതെന്തായാലും മനസ്സിൽ വെക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഉറക്കത്തിൻ്റെ സമയം പാകപ്പെടുത്തിക്കൊണ്ട് തന്നെ നന്നായിട്ട് ഉറങ്ങുക. പഠിച്ച കാര്യങ്ങൾ മറന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ചെക്ക് ചെയ്യുമ്പോൾ പേടി തോന്നുന്ന ഒരാളാണ് ഞാൻ. കാരണം അറിയുമായിരിക്കും, പക്ഷേ ചോദ്യം കിട്ടുമ്പോഴായിരിക്കും കൺഫ്യൂഷൻസ് വരിക. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സൈക്കോളജിയിൽ പഠിച്ച പോലെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ കൂടുതൽ PYQs MCQs ചെയ്ത് പഠിക്കുക. ഇതാണ് അതിലുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്നതാണെങ്കിൽ നമ്മളുടെ അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് കഴിയുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ചോദിക്കാം. നമ്മളുടെ നമ്പറൊക്കെ അതിൻ്റെ സൈഡിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ കാറ്റഗറി 3 ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഒരു ക്രാഷ് കോഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ക്രാഷിൻ്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 15 വരെ ആയിരിക്കും ബാച്ച് ഉണ്ടായിരിക്കുക. ലിറ്ററേച്ചർ പ്ലസ് പെഡഗോഗി മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 80 മാർക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി ഇംഗ്ലീഷ് കാറ്റഗറി 3 ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു 40 ദിവസം ഇൻറ്റൻസീവ് കോച്ചിങ് ആയിരിക്കും, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇൻ സർവീസ് ടീച്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലാത്ത കുട്ടികളുമുണ്ട്. വളരെ ലിമിറ്റഡ് നമ്പറേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം കുറേ ആൾക്കാരിലേക്ക് പോയി ഫോക്കസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ കൂടാം. എന്തായാലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആരെങ്കിലും ഈ ഒരു അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, അറിയിച്ചു കൊടുക്കുക. എല്ലാവരും പാസ്സാവട്ടെ അല്ലേ, പഠിക്കുന്ന എല്ലാവരും പാസ്സാവണം. അപ്പോൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിലൊരിക്കലും നമ്മൾ സെൽഫിഷ് ആവരുത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ, പഠനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വേണമെങ്കിലാവാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഞാൻ കേട്ടുകൊണ്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിലർക്ക് ടെക്സ്റ്റ് ബുക്ക് കണ്ട് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്കാരാണ്. സോ അതൊക്കെ നന്നായി തന്നെ ചെയ്യുക. എന്തായാലും ഈ ഇൻഫർമേഷൻ നന്നായിട്ട് ഉപയോഗിക്കുക, ബാക്കിയുള്ളവരിലേക്കൊന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് സീ യു.